ശ്രീ ഷാവു പ്രസാദ്, നരേന്ദ്രമോദി പലയാവർത്തി കേരളത്തിൽ വന്നു പോകുന്ന 5 സീറ്റൊക്കെ പിടിക്കും എന്ന് അവകാശപ്പെടുന്ന BJP-യുടെ ഔദ്യോഗിക പ്രചാരണ തുടക്കമായ പ്രചാരണ യാത്രയുടെ ഔദ്യോഗിക പ്രചാരണ ഗാനത്തിലാണ് അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം എന്നൊക്കെ പറയുന്നത്. കെ സുരേന്ദ്രൻ ആദ്യമായി സത്യം പറഞ്ഞു എന്നൊക്കെ ട്രോളുകൾ കണ്ടു. ഒരു പ്രചരണഗാനം പോലും മര്യാദയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാത്ത BJP-ആണോ ആണോ തൃശ്ശൂരും തിരുവനന്തപുരമൊക്കെ പിടിക്കാൻ പോകുന്നത്? ഷാബു, ഞാനിപ്പോൾ എന്താ പറയാനാ എൻ്റെ ഹാഷ്മി, ഒരു കാര്യമുണ്ട്. ഇതിപ്പം ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരബദ്ധമാണിത്. BJP-ക്ക് നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത് സംഭവിക്കാൻ പാടില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, മനുഷ്യ സഹജമായി അത് സംഭവിച്ചു പോയി. പഴയ ഒരു 2013 ഗാനമാണിത്. 2014 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള ഒരു ഗാനമാണിത്. അതിൻ്റെ ചുമതലപ്പെട്ടവർ അവർക്ക് സംഭവിച്ച ഒരു പിഴവാണിത്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ന്യായീകരണത്തിനോ ക്യാപ്സൂളുകൾക്കോ ഒന്നും കാര്യമില്ല. ഈ ട്രോളുകൾക്കും ഈ പരിഹാസങ്ങൾക്കും ഈ ചോദ്യങ്ങൾക്കും എല്ലാം അതിനെ ഫേസ് ചെയ്യാനും അത് BJP സർവഥാ അതിനർഹരാണ്. ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ സാധാരണ ഇപ്പോൾ BJP ചർച്ചയിലേക്ക് ആളെ വിടുന്നില്ല എന്ന് പറഞ്ഞു. സാധാരണത്തിൽ BJP ആളെ വിടാത്തപ്പോൾ ഷാവു പ്രസാദ് വന്നിരുന്ന ആ വാദം പറയാനാണ് പതിവ്. ഇത് ഷാബു തുടക്കത്തിൽ തന്നെ കൈവഴിച്ചാൽ ഞാൻ വിട്ടു. അതിനൊന്നും ക്യാപ്സൂൾ ഇറക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അല്ല, ഷാവു പ്രസാദ് ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് നമ്മൾ ഇത് കുഞ്ഞുകളിയല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ജീവൻ മരണ പോരാട്ടമാണ്. വളരെ ഗൗരവത്തിൽ നടക്കുന്ന ഒന്നാണ്. ഇത് ഏതെങ്കിലും ഏരിയ പ്രാദേശിക തലത്തിലുള്ളതല്ല. ഇത് സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയുള്ള കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ്റെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ഔദ്യോഗിക ഗാനത്തിൽ കേന്ദ്ര സർക്കാർ അഴിമതി സർക്കാരാണ് എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും സീരിയസോടു കൂടി മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ എന്നൊരു ചോദ്യം ചോദിക്കില്ലേ BJP പാർട്ടി പ്രവർത്തകർ? വളരെ സീരിയസ് ആണെന്നേ. ഇത് വളരെ സീരിയസ് ആയിട്ട് ഇപ്പം BJP-ക്ക് എന്തായാലും സംഗതി പറ്റി. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യാനുള്ളത്? അതിൻ്റെ ചുമതലപ്പെട്ടവരോട് വിശദീകരണം ചോദിക്കുക. ഇനി ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാതിരിക്കാൻ നോക്കുക. ഇതിൻ്റെ അകത്ത് ഇനി ചെയ്യാനുള്ളൂ. അത് 100% ഒരു കാരണവശാലും ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, ഇനിയും ഭരണത്തിൽ വരാൻ പോകുന്ന പാർട്ടിയാണ്. ഇതുപോലെയുള്ള ഒരു നിർണായക ഘട്ടത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ സംഭവിച്ചു പോയി. ഇപ്പോൾ കേരള BJP-യെ പറ്റി BJP അല്ല അത് KJP ആണ് എന്ന് പറയുന്ന ഒരുപാട് ഇപ്പം രാമസിംഹൻ അബൂബക്കറിൻ്റെ ആ പോസ്റ്റിന് താഴെയൊക്കെ KJP എന്ന് ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ജസ്റ്റ് പോയി KJP അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സംസ്ഥാന നേതൃത്വത്തിന് വിമർശനമുണ്ട്. അപ്പോൾ സംസ്ഥാന നേതൃത്വം വീണ്ടും പരിഹാസ്യമാവുകയല്ലേ പ്രവർത്തകർക്ക് മുമ്പിൽ പോലും? ശ്രീ ഷാവു പ്രസാദ്, ഒരു കാര്യമുണ്ട്. BJP ഈ പറഞ്ഞ പോലെ BJP സത്യത്തിൽ കേരളത്തിലെ BJP ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് BJP സിമ്പതൈസേഴ്സിനാൽ തന്നെയാണ് ഏറ്റവും അധികം. അത് ഒരേ സമയം അത് BJP ഈ സംഘപരിവാറിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണത്. നിങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ കാര്യം ഇന്ന് നിങ്ങൾ ഇവിടെ ഈ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന ഈ വിഷയം ഏറ്റവും അധികം ട്രോൾ ചെയ്തിട്ടുള്ളത്, ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ അത് എടുത്തു പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ എല്ലാ 5 വർഷം കൂടിയിരിക്കുമ്പോൾ BJP-ക്ക് വോട്ട് ചെയ്യുകയും പരമാവധി BJP-യെ വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ഒക്കെ ചെയ്ത അതേ ആൾക്കാരാണ് ഇതിനെ ഏറ്റവും നന്നായിട്ട് വളരെ പരിഹാസത്തോടുകൂടി ട്രോളിയിട്ടുള്ളത്. അത് അബദ്ധമാണെന്ന് സമ്മതിക്കാം. ഇപ്പോൾ IT സെൽ കൺവീനർ അതിൽ വിശദീകരണം തരുന്നു. പോട്ടെ, അത് മനുഷ്യ സഹജമാണ് സംഭവിച്ചത്. ഇപ്പോൾ 2014 10 വർഷം മുമ്പുള്ളതാണ്. ആ പാട്ടൊക്കെ എടുത്ത് ഇപ്പോൾ മിക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന്. പോട്ടെ, അത് എന്തായാലും കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി അതിൻ്റെ സംസ്ഥാന ഘടകം അവർ നടന്നൊരു പദയാത്രയിൽ കേന്ദ്രത്തിനെതിരെ മനഃപൂർവ്വം ഇത്തരത്തിൽ എഴുതി വെക്കും എന്ന് കരുതുക സാധ്യമല്ലോ. അത് മനുഷ്യന് പറ്റാവുന്ന പിഴവാണെന്ന് കണ്ടാൽ പോലും മറ്റൊരു പോസ്റ്ററിൽ ഇറങ്ങിയിട്ടുണ്ട് SC/ST നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം. അതെന്തൊരു ഗുരുതരാവസ്ഥയാണെന്ന് ശ്രീ ഷാവു പ്രസാദ്. എന്നിട്ട് കെ സുരേന്ദ്രൻ ന്യായീകരിക്കുകയുമാണ്. ഹാഷ്മി ഇപ്പോൾ കെ സുരേന്ദ്രൻ അതിനെ അദ്ദേഹത്തിൻ്റെതായ ഒരു ന്യായീകരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം ഒരു പിന്നോക്കക്കാരനാണ്, ഇവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. പക്ഷേ നമ്മളൊരു കാര്യമുണ്ട്, ഞാൻ അത് തുറന്നു തന്നെ പറയുകയാണ്. ഇപ്പം പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ തുറന്നു പറയേണ്ട കാര്യങ്ങളുണ്ട്, പൊതിഞ്ഞു പറയേണ്ട കാര്യങ്ങളുണ്ട്, പറയാതെ പറയേണ്ട കാര്യങ്ങളുണ്ട്, പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട്.
ഈ ഈ കൃത്യമായ തിരിച്ചറിവ് എപ്പോൾ എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്, വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണിത്. ഇപ്പോൾ SC/ST നേതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നു. ഇത് സത്യത്തിൽ ഇങ്ങനെ പറയാതെ എന്നാൽ നാളെ അത് സ്വാഭാവികമായ ഒരു വാർത്തയായി വരേണ്ട കാര്യമാണ്. പക്ഷെ അതവിടെ നടക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ രീതിയിലുള്ള രാഷ്ട്രീയ പരിഗണനകളും ജാതി മത പരിഗണനകൾ ഒക്കെ വെച്ചുകൊണ്ടാണ് എല്ലാ പരിപാടികളും ആസൂത്രണം അങ്ങനെയാണ്. നമ്മളിപ്പോൾ ചർച്ച നടക്കുന്ന പോലെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെയാണോ? ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ എത്ര ആരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു? SC/ST നേതാക്കളാണെന്ന് നോക്കിയിട്ടാണോ ഭക്ഷണം കഴിക്കുക? അല്ലെങ്കിൽ എത്ര സംഘടനാ നേതാക്കളുടെ ആരുടെ ജാതി ആരുടെ മതം നോക്കിയിട്ടാണോ ഭക്ഷണം കഴിക്കുക? ശ്രീ ഷാഹു പ്രസാദ്, എന്നിട്ട് ഒറ്റ മിനിറ്റ് കെ സുരേന്ദ്രൻ പറയുന്നുണ്ടെന്ന് കേൾക്കാവോ? അതിനുള്ള പ്രതികരണം ഒന്ന് പ്ലേ ആവോ? പട്ടികജാതി പട്ടികവർഗ സംഘടനകളാണ് ഇന്നലെ കോഴിക്കോട്ട് ഞങ്ങളുടെ പരിപാടിയിൽ വന്നത്. അവരൊന്നും BJPക്കാരല്ല. ആ പട്ടികജാതി പട്ടികവർഗ സംഘടനാ നേതാക്കളോടൊപ്പമാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചത്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. പിണറായി വിജയനെ പോലെ ഇവിടുത്തെ പാറമട മുതലാളിമാരിൽ നിന്നും മദ്യമാഫിയകളിൽ നിന്നും മാസപ്പടിക്കാരുടെയും കൂടെയല്ല ഞാൻ ഈ പരിപാടിയിലുടനീളം പ്രാതലും ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കുന്നത്. ഷാബു, ഇത് ആ പോസ്റ്റർ, ഒരു വെളിവുകേടുള്ള ഒരു പോസ്റ്റർ പുറത്തിറങ്ങി. അതിന്റെ വെളിവുകേട് എന്താണെന്ന് പോലും സംസ്ഥാന അധ്യക്ഷൻ മനസ്സിലാവുന്നില്ല. അതെന്തൊരു കഷ്ടമാണ്. ഇപ്പോൾ പോസ്റ്റർ അടിച്ചാൽ ഇപ്പോൾ IT സെൽ കൺവീനർ തലയ്ക്ക് വെക്കുകയാണ്, അത് പോട്ടെ. ഇത് പുറത്തു വന്ന് അതാർക്കും മനസ്സിലാവുന്നില്ല. ഇത് പ്രശ്നമാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. സംസ്ഥാന അധ്യക്ഷോട് ചോദിക്കും, സംസ്ഥാന അധ്യക്ഷൻ അതിനെ ന്യായീകരിക്കുകയാണ്. എന്താണ് കുഴപ്പം? SC/ST ഭക്ഷണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. ഇതെന്താണ് ഷാബു? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവാത്ത എന്താണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ? അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ ഹാഷ്മി. ഇപ്പം അത് ഈ കഴിഞ്ഞ മാസം ഇവരുടെ നവകേരള യാത്ര നടന്നു. ഈ നവകേരള യാത്രയിൽ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ സ്ഥലത്ത് ചെല്ലുന്നും അവിടുത്തെ പൗരപ്രമുഖന്മാരുമായിട്ട് പ്രഭാത ഭക്ഷണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ആരാ സാർ ഈ പൗരപ്രമുഖരെന്ന് പറയുന്നത്? ഈ പൗരപ്രമുഖരെന്ന് പറയുന്ന നിർവചനം എന്താണ്? നമ്മുടെ കൺമുമ്പിൽ ഒരു മാസം മുമ്പ് കണ്ടതാണ്. അവിടെ നല്ല ഗംഭീര, ശരി ആയിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. പിന്നെ ഈ SC/ST എന്ന് പറയുന്ന അതായത് പിന്നോക്കക്കാരനായ ഒരു പ്രസിഡന്റ്, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രസിഡന്റ്, ഇവിടെ വന്ന ഒരു വലിയ വിഭാഗം ഈ റാലിയിൽ വന്ന അവരുടെ നേതാക്കൾ അതിൻ്റെ ലീഡർഷിപ്പുമായിട്ട് ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അകത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ ഇത് പോസ്റ്ററിൽ അച്ചടിക്കേണ്ടിയിരുന്നോ എന്നൊക്കെ ഉള്ളത് ഭക്ഷണം കഴിക്കണം, ഉറപ്പായും അധ്യക്ഷ ഭക്ഷണം കഴിക്കണം. പക്ഷേ അത് ഭക്ഷണം കഴിക്കുന്നതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ഭക്ഷണം കഴിക്കുന്നത് എന്തോ മഹത്തായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് അതിനൊരു പ്രത്യേക കാര്യപരിപാടി എഴുതി പിടിപ്പിക്കുമ്പോഴാണ് അതിന് വെളിവുകേടെന്ന് പറയേണ്ടി വരുന്നത്. അത് മനസ്സിലാവുന്നില്ല അധ്യക്ഷനോട് പറയുന്ന കൂടിയാണ്. ശരി, ഞാൻ